പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. നമ്മളെ എല്ലാ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാം ഇതെല്ലാം കാണിച്ചു കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജീവിതത്തിൽ വിജയെന്നോ പരാജയെന്നോ എന്നൊന്നില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അനുദിനം പേപ്പറിലും മീഡിയകളിലും ചാനലുകളിലും ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ദിനം പ്രതി ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. പല കാരണമാണ്. സ്ഥാപനങ്ങളുടെ പരാജയം, പ്രേമപരാജയം, അല്ലെങ്കിൽ പഠനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ, കത്തികൊണ്ട് സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കുന്നു. ഓരോ വർഷവും നിരവധി പേർ അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ, വലിയ റാങ്ക് കിട്ടിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഏറ്റവും വലിയ കഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരാരും ഇതിനെക്കുറിച്ച് ബോധേഡല്ല എന്നുള്ളതാണ്. മത്സര പരീക്ഷകളിലെല്ലാം ശ്രദ്ധിക്കും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കും, ചെയ്തു കൊടുക്കും. വലിയ വലിയ സ്ഥാപനങ്ങൾ ഓരോ വർഷവും വേറെന്താണ്, നമ്മളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെയും ഒന്ന് അവമാനിച്ചു എന്നുള്ള പേരിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രേമം പരാജയപ്പെട്ടു, അവൻ ചതിച്ചിട്ട് പോയി. ഇതിന് മാത്രമായിട്ട്, ഈ ആത്മഹത്യയെക്കുറിച്ച് മാത്രമായിട്ട് നമ്മളൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ വിജയമെന്നോ പരാജയമെന്നോ എന്നൊന്നില്ല എന്നുള്ളതാണ്. ഈ വിജയം പരാജയം എന്നുള്ള നിർവചനങ്ങൾക്ക് കാരണം അറിവില്ലായ്മ, അജ്ഞതയും. മഹാഭാരതത്തിലൊരു മഹത്തായ ഒരു മനോഹരമായ രംഗമുണ്ട്. അത് യക്ഷനും ധർമ്മപുത്രനും തമ്മിലുള്ള ഒരു സംവാദമാണ്. ആ യക്ഷൻ ഒരു ചോദ്യം ധർമ്മപുത്രനോട് ചോദിക്കുന്നുണ്ട്: ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞിരിക്കുന്നു? ഈ ലോകം മുഴുവൻ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? അതിന് ധർമ്മപുത്രൻ കൊടുത്ത മറുപടി അജ്ഞത, അറിവില്ലായ്മ, അജ്ഞത നിറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ, ജീവികൾ എന്താണ്? നിങ്ങൾ ആലോചിക്കും, ലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ മുഴുവൻ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരിക്കും. ധർമ്മപുത്രൻ കൊടുത്ത മറുപടിയാണ്. ഈ വിജയം പരാജയം എന്നിവ നിർണ്ണയിക്കുന്ന ഒരു മത്സര പരീക്ഷയോ, മത്സരമല്ല ജീവിതം, പരീക്ഷയൊന്നുമല്ല ജീവിതം. ഒരു മനുഷ്യൻ ഭൂമിയിലുള്ളത് ഏകദേശം 27,370 ദിവസങ്ങൾ. നമുക്ക് ശേഷം ഈ ഭൂമി നിലനിൽക്കുന്നത് 27,370 കോടി 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 വർഷങ്ങളാണ്. പക്ഷേ എല്ലാവരിലും രൂഢമൂലമായിട്ടുള്ള ഒരു അജ്ഞതയാണ് എന്ത്? ഞാനിവിടെ സ്ഥിരമാണ്. ഈ മഹാഭാരതത്തിൻ്റെ യക്ഷപ്രശ്നത്തിൽ യക്ഷൻ ധർമ്മപുത്രനോട് ചോദിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതിന് ധർമ്മപുത്രൻ കൊടുത്ത മറുപടി അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലി ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമം അദ്ഭുതമിതപ്പരം. അതിന് ദിവസം പ്രതി ജീവികൾ യമൻ്റെ ആലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, മരിച്ചുകൊണ്ടേയിരിക്കും.
പക്ഷെ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു, ഞാനിവിടെ സ്ഥിരമാണ്. അതാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും താജ്മഹൽ, അങ്ങനെ എന്തൊക്കെയോ ഓരോ സംഭവങ്ങളുണ്ടല്ല. പക്ഷെ ധർമ്മപുത്രടുത്ത് മറുപടി ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലിയെ ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമം അദ്ഭുതം ഇതപ്പരം. ഡെയിലി ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർ ഞാനിവിടെ പെർമനൻ്റാണ് കൊണ്ടിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ, റോഡിലേക്ക് ഒന്ന് ഇറങ്ങി ആൾക്കാരിങ്ങനെ ഓട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ധനം സമ്പാദിക്കണം, എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടണം, കുറേ സ്വർണം, ഭൂമി, അതിൻ്റെയൊക്കെ ഉടമസ്ഥനാവാൻ ആണ് ഓടി നടക്കുന്നത്. ഇന്നിൻ്റെയൊക്കെ ഉടമസ്ഥനാവും കഴിയുമോ? അത് ഈ ലോകത്തിൽ ഒന്നിൻ്റെ ഉടമസ്ഥനാകാൻ ഒരാൾക്കും കഴിയുകയില്ല. ഓണർ എന്നുള്ളത് പിന്നെ കഴിയുന്നത് എന്താണ്? താൽക്കാലിക സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ മാത്രമേ ആവാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഈ ഭൂമിയിലുള്ള ഏകദേശം 27,307 ദിവസമാണ്. നമ്മുടെ മരണശേഷം ഈ ഭൂമി നിലനിൽക്കുന്നത് 27,307 കോടി വർഷങ്ങളാണ്. ഇതിലൊരു സൂക്ഷിപ്പുകാരൻ, കുറച്ച് ടെമ്പററി ആയിട്ടുള്ള സൂക്ഷിപ്പുകാരനാകാൻ മാത്രമേ ഒരാൾ കഴിയൂ. ഒരിക്കലും ഒന്നിൻ്റെ ഓണറാവാൻ കഴിയില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വലിയ ബ്രീഫ് കേസുമായിട്ട് കുറേ സാധനങ്ങളൊക്കെ ആയി ടൗണിലേക്ക് ഓഫീസ് കാര്യത്തിനായി പുറപ്പെട്ടു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഈ പെട്ടി അവിടെ എടുക്കും. വണ്ടിയോ വണ്ടി അവിടെ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിടും ഇല്ലേ? ഈ ക്ലോക്ക് റൂമിൻ്റെ കരാറുകാരൻ ഈ പെട്ടിയുടെ ഉടമസ്ഥനല്ല. പാർക്കിങ്ങിൻ്റെ കരാറുകാരൻ ആ വണ്ടിയുടെ ഉടമസ്ഥനല്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്, ബാങ്ക്, സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ കാവൽ നിൽക്കും. ആ കാവൽ നിൽക്കുന്ന വാച്ച്മാനിൻ്റെ ഓണറല്ല, സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഇല്ലേ? ഇപ്പം നമ്മളുടെ എല്ലാം കൈവശമുള്ള ഭൂമി, സ്വർണം, ഡയമണ്ട്, പൈസ എല്ലാം പിന്നെ 460 കോടി വർഷം പഴക്കമുള്ളതാണ്. ഭൂമിയും സ്വർണവും ഡയമണ്ടും എല്ലാം. നമുക്ക് ശേഷം അതെല്ലാം, ആ ഭൂമിയും സ്വർണവും ഡയമണ്ടും പണവും എല്ലാം വേറെ ആളുടെ കൈവശമാവും. മക്കളുടെ കയ്യിലോ പേരക്കുട്ടികളുടെ കയ്യിലോ. ഇവയുടെ സൂക്ഷിപ്പുകാരൻ മാറിക്കൊണ്ടേയിരിക്കും ഇല്ലേ? സൂക്ഷിപ്പുകാരൻ മാറിക്കൊണ്ടിരിക്കും. ഓണർ എന്നുള്ള സംഭവമില്ല. അതൊരു അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് വരുന്നൊരു സംഭവമാണ് ഓണർ എന്നുള്ള, ഓണർഷിപ്പ് എന്നുള്ളൊരു മനോഭാവം. ഒരിക്കലും കഴിയില്ല. എത്ര തരം സ്വത്ത് കൈവശം ഉണ്ടെങ്കിലും മനുഷ്യർ പിച്ചക്കാരൻ്റെ അവസ്ഥയിലായി, പണക്കാരൻ പിച്ചക്കാരൻ എന്നുള്ള അവസ്ഥയിലാക്കി നോക്കിയിട്ട് കൂടുതൽ കാലം നേടാനായി ജോലി ചെയ്യും, സ്ഥാപനങ്ങൾ നടത്തും, പദവി അധികാരം കൈക്കലാക്കാൻ നോക്കും. നിങ്ങൾ ടി വിയൊക്കെ തുറന്നാൽ കണ്ടില്ലേ, ഒരാൾ ഡൽഹിയിലിരിക്കുന്നത്, വളരെ വയസ്സായുള്ള, പക്ഷെ സർക്കാരിൻ്റെ പണം വാങ്ങിച്ച് മരിക്കുന്നവരെ ജീവിക്കണം. അതിനുവേണ്ടി അവിടെ ഒരാൾ ഇരിക്കുന്ന ന്യൂസിൽ നിങ്ങൾ കണ്ടില്ലേ? പിന്നെന്താണ് പിച്ചക്കാരും മറ്റേ ഈ പണക്കാരുടെ അവസ്ഥ? എപ്പോഴും ഇലപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും, ചിലവുകൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറും അല്ലേ? മറ്റുള്ളവരുടെ ചെല്ലിക്കാശിനെ കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യാറുണ്ട്. അവരിപ്പോൾ ഒരു ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ അവർ ചില്ലറയില്ല, എൻ്റെ അടുത്ത് 500 നോട്ടാണ് കൊണ്ട് കൊടുക്കുക ഇല്ലേ? ബസ്സിൽ കയറിയ കണ്ടക്ടറില്ലാത്ത സ്ഥലത്ത് പോയിരിക്കും. ഹോട്ടലിൽ ബില്ല് വരുന്ന സമയത്തോ ബാത്റൂമിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നായകളെയും പിടിച്ചിട്ട്, 2 കയ്യിലും നായയെ പിടിച്ചിട്ട് നായയെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി നടക്കും. അല്ലെങ്കിൽ വലിയ ധർമ്മേഷനാണെന്ന് അറിയിക്കാൻ വേണ്ടി പ്രളയം വരൾച്ചയൊക്കെ വരുമ്പോൾ ചെക്ക് കൊടുത്തിട്ട് വലിയ ഫോട്ടോ ഒക്കെ എടുത്ത് മീഡിയകളിലും മറ്റിതിലൊക്കെ പബ്ലിഷ് ചെയ്യും. ഞാനിത് പറഞ്ഞു വന്നത്, കോടിക്കണക്കിന് രൂപയുടെ ധനമുള്ള ആൾക്കാർ സാധാരണ പണിക്ക് പോകും. 400 രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്ലൈവുഡ് കടയിൽ പോയി നിൽക്കുന്നുണ്ട്,
അത് പല കടകളിലും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ പോയി നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ചില്ലിക്കാശുകൾക്ക് വേണ്ടിയിട്ട്. ഇതിനിടെ തന്നെ ഈയിടെ ടൗണിൽ ഒരു 10-50 കോടി രൂപയുടെ സ്വത്തുള്ള ആൾ PSC എഴുതി പരീക്ഷ എഴുതി കിട്ടി മറ്റേ ശ്രമിച്ചില്ല കൊണ്ട് ദുഃഖിതനായിരിക്കും, പെൻഷൻ ഇല്ല കൊണ്ട്. ഒരു പണക്കാര പിച്ചക്കാരെന്നുള്ള അവസ്ഥ. കോടിക്കണക്കിന് സ്വത്ത് കയ്യിലുണ്ടെങ്കിലും പിന്നെ ഒരു 12,000 രൂപ പെൻഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 50 കൊല്ലം മുമ്പ് PSC എഴുതി സർക്കാർ ജോലി കിട്ടിയില്ലോണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജീവിത വിജയമെന്നോ ജീവിത പരാജയമെന്നോ എന്നൊന്നുമില്ല. വലിയ വീടുള്ളവർ, കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ഉള്ളവർ, അല്ലെങ്കിൽ വലിയ കാറുള്ളവർ, വലിയ അധികാര പദവികളിലേക്ക് ഇതൊക്കെ ജീവിതത്തിൽ വിജയിച്ചു വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ തോന്നൽ മാത്രം. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, താൽക്കാലിക സൂക്ഷിപ്പുകാരെ മാത്രമാണ്. വലിയ പദവികളുള്ള ആൾക്കാർ നിങ്ങൾ ട്രഷറിയിലൊക്കെ പോയി നോക്കുക, അവിടെ പെൻഷന് വേണ്ടി അവിടെ വന്ന് തിരക്ക് കൂട്ടുണ്ടാവും. അവർ ആർക്കും അറിയില്ല ഇയാൾ ഏത് പൊസിഷനിൽ ഇതാണ് ഇല്ലേ. അപ്പോൾ ജീവിത വിജയം എന്നോ പരാജയം എന്നോ ഒന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ലക്ഷ്യം നേടാതിരിക്കുക എന്തോ ആവട്ടെ, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈശവാസ്യത്തിൽ പറയുന്നത്, ഓം കുറുവന്നേവേഹ കർമാണി ജിജീവിശേഷതം സമാഹ. ഓം കുറുവന്നേവേഹ കർമാണി ജിജീവിശേഷതം സമാഹ. അതായത് 100 കൊല്ലം വരെ ജീവിക്കാൻ ആഗ്രഹിക്കണം, 100 കൊല്ലം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണം. നമ്മുടെ എന്താ ലക്ഷ്യം? അത് നിറവേറാൻ വേണ്ടി, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി. ലക്ഷ്യപ്രാപ്തി കൈവരിക്കാതിരിക്കുക എന്തോ ആവട്ടെ, നമ്മൾ കർമ്മം ചെയ്യും. എന്നാൽ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ്.